അടുത്തതായി കേരള 5ാം സ്ഥാനം കരസ്ഥമാക്കിയ ചെൽസി എസ് തെരേസാണ്. ചെൽസി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് തന്റെ MBBS സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. കേരള റാങ്ക് 5, ഓൾ ഇന്ത്യ 290. കോട്ടയത്തെ മുണ്ടക്കയത്ത് നിന്ന് ബ്രില്യന്റിന്റെ പാലായിലുള്ള സെന്ററിലെത്തി റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലൂടെയാണ് ചെൽസി ഈ വലിയ വിജയം കരസ്ഥമാക്കിയത്. കർഷകനായ സണ്ണി മാത്യുവിന്റെയും അധ്യാപികയായ ബീന ജോർജിന്റെയും മകളായ ചെൽസിക്ക് 3 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകിയാണ് ബ്രില്യൻ വിക്ടറി ഡേയിൽ ആദരിച്ചത്. ഹലോ, എന്റെ പേര് ചെൽസി സ്റ്റഡീസ്. ഞാനിപ്പം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്ടിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. MBBSനെ പറ്റി പറയുവാണെങ്കിൽ നീറ്റിനെക്കാട്ടിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് MBBS. ഇവിടെ നമുക്ക് നീറ്റിനെക്കാട്ടിലും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഒത്തിരി വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതൊരിക്കലും ഒരു സ്ട്രെസ് ആയിട്ടുള്ള കാര്യമല്ല. ഇവിടെ തിയറി ക്ലാസ്സസിനെക്കാളും കൂടുതൽ പ്രാക്ടിക്കൽസ്, ഡിസ്കഷൻ അതൊക്കെ നടക്കുന്നത് കൊണ്ട് ഈ ഒരു ജേർണി നമുക്കൊരിക്കലും ഒത്തിരി സ്ട്രെസ് ആയിട്ട് തോന്നാറില്ല. ഇവിടെ ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഒത്തിരിയധികം എക്സാംസ് നടക്കുന്നു. അതേപോലെ തന്നെ വളരെയധികം പ്രോഗ്രാംസും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം എൻജോയ്മെന്റും പഠിത്തവും വളരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് MBBS. ഇപ്പോൾ നിങ്ങളുടെ ടോപ്പിക്സ് ഒക്കെ ഏകദേശം എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സീരീസ് ആരംഭിക്കും. അപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുക. വൺസ് എക്സാം സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ തന്നെയാണ്. അപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതിരുന്ന ടോപ്പിക്സ്, പെൻഡിങ് ടോപ്പിക്സ് ഒക്കെ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മോഡൽ എക്സാമിന്റെ ടൈമിൽ ഫസ്റ്റ് നിങ്ങൾക്ക് യൂണിറ്റ് വൈസ് ആയിരിക്കും എക്സാംസ് നടക്കുക. അപ്പം ആ ടൈമിൽ എല്ലാ ചാപ്റ്റേഴ്സും ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഫുൾ വായിക്കാനൊന്നും ആ ടൈമിൽ പറ്റില്ല. അപ്പം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഈ ഷോർട്ട് നോട്ട്സ് ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് അവിടുന്ന് തന്നെ സ്റ്റഡി മെറ്റീരിയൽസിൽ ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാകും. അപ്പം അത് റിവൈസ് ചെയ്യുക. ഇനി റിവിഷൻ ആണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യുന്നത്. ഫുൾ പഠിക്കാൻ ഇനി പറ്റില്ല. അപ്പം ഇതുവരെ നോക്കാതിരുന്ന ടോപ്പിക്സ് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വൺസ് ഒന്ന് കവർ ചെയ്ത ടോപ്പിക്സ് ഒക്കെ മാക്സിമം റിവിഷനിലേക്ക് ചുരുക്കുക. അപ്പം അങ്ങനെ നോക്കിയതിനു ശേഷം കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇപ്പം വർക്ക് ബുക്ക്, സ്റ്റഡി പാക്കേജ് അങ്ങനെയുള്ള മെറ്റീരിയൽസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുക. ഒന്ന് കണ്ടുപിടിച്ചുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെയും ചെയ്യുമ്പോൾ അത് നിങ്ങളെ കുറച്ചുകൂടെ ഹെൽപ്പ് ആക്കും. എന്നിട്ട് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുക. അപ്പം എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനിയിപ്പം എക്സാംസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മാർക്സ് നല്ലോണം കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം മോഡൽ എക്സാം ആണ്, ഒരുപാട് കുട്ടികളുണ്ടാവും, റാങ്ക് ഒക്കെ നല്ലോണം കുറയും. പക്ഷെ അതിന് ഇവിടെ നമ്മളുടെ ഫൈനൽ എക്സാമിനെ അഫക്ട് ചെയ്യാനേ പോകുന്നില്ല. അപ്പം തുടക്കം തൊട്ട് ഗുഡ് മാർക്ക് വേണമെന്നൊന്നും പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പതിയെ പതിയെ മാർക്ക് ഗ്രാജുവലി ഇൻക്രീസ് ആക്കിക്കൊണ്ട് വരിക. ഫുൾ യൂണിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ നീറ്റിനുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം തൊട്ട് ഡെയിലി 1 ക്വസ്റ്റ്യൻ പേപ്പർ, നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ ചെയ്തു പോയി അവസാനം ആകുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം തന്നെ കയറി വരാൻ പറ്റും. നല്ലൊരു മാർക്ക് വാങ്ങിച്ച് നിങ്ങൾക്കും അടുത്ത വർഷം നിങ്ങളുടെ ഡ്രീം കോളേജിൽ പഠിക്കാൻ പറ്റും. ഇപ്പം കേരളത്തിലെ മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വളരെ നല്ലൊരു ഓപ്ഷനാണ്. എല്ലാവിധ ഫെസിലിറ്റീസ് ഇവിടെയുണ്ട്. ആർട്സിലായാലും സ്പോർട്സിലായാലും എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ തന്നെ ഉണ്ട്. അപ്പം നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പറ്റും. Brilliant Study Center, India's #1 coaching center for NEET and JEE.